സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ലെന്നും ഓവർ ലോഡിംഗ് വരുമ്പോൾ വൈദ്യുതി ട്രിപ്പാകുന്ന പ്രശ്നമേ ഉള്ളൂവെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കാലാവസ്ഥയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. വേനൽ മഴ എത്തിയതിലും ചൂട് കുറയുന്നതിലും നേരിയ ആശ്വാസത്തിലാണ് വൈദ്യുതി ബോർഡ്. കൂടംകുളത്ത് നിന്ന് ലഭിക്കേണ്ട 250 മെഗാവാട്ട് വൈദ്യുതിയും കിട്ടിത്തുടങ്ങി. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ല എന്നും ലോഡ് കൂടുമ്പോൾ ട്രിപ്പ് ആകുന്നതാണെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. പ്രതിസന്ധി മാറിയെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്നലെ ഒന്നും നടന്നില്ലല്ലോ. ഇന്നലെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നില്ല. വളരെ ഓവറായിട്ട് എന്തെങ്കിലും ഇവിടെ എവിടെയെങ്കിലും സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. അതെല്ലാം എല്ലാവിടെയും ഉണ്ടായിരുന്നില്ല. അതായത് ഇനിയും കൂടുതലായിട്ട് നമുക്ക് 250 മെഗാവാട്ട് കിട്ടിയില്ലെങ്കിൽ വരുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ ചെയ്തത്. അത് ഇന്നലെ കിട്ടി. അതാണ് ആ പ്രശ്നം കഴിഞ്ഞത്. ഇനി പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം. 250 മെഗാവാട്ട് കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അത് കിട്ടിയപ്പോഴും പ്രശ്നമില്ലല്ലോ. ഓവറായിട്ട് വരുമ്പോൾ ഡ്രിപ്പാകുകയാണ്. പവർ കട്ടിംഗ് അല്ല, ഡ്രിപ്പാകുകയാണ്. ഓവർലോഡ് വരുമ്പോൾ ഡ്രിപ്പാകുകയാണ്. അതാണ് ചെയ്തിരിക്കുന്നത്. റെഗുലേറ്ററി കമ്മീഷനെതിരെയുള്ള വിമർശനം പറയേണ്ട വേദിയിൽ പറഞ്ഞുവെന്നും ജലവൈദ്യുത പദ്ധതികൾ പരിസ്ഥിതിയുടെ പേരിൽ തടസ്സപ്പെടുത്തിയെന്നും മന്ത്രി വിമർശിച്ചു. പിന്നെ എന്നെ കൊണ്ടിപ്പോൾ റെഗുലേറ്ററി കമ്മീഷനെതിരായിട്ട് നിങ്ങൾ പറയിക്കണം എന്നുള്ളതാണ് ഉള്ളിൽ ഉദ്ദേശിച്ചത്. അല്ലാതെ അത് ഞങ്ങൾ പറയേണ്ട വേദിയിൽ പറയുന്നത്. അത് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറയേണ്ടതല്ലല്ലോ. അത് അവിടെ ഒരു ഡാം കെട്ടാൻ പുറപ്പെട്ടാൽ അവിടെ ഒരാൾ ബാഗും തൂക്കി അവിടെ കാക്കയ്ക്ക് പറക്കാൻ വിഷമമുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പിന്നാലെ നിൽക്കും. അത് വലിയ വാർത്തയാക്കി വരും. ആ പ്രോജക്റ്റ് നിൽക്കും. കുരിയാർകുറ്റി എല്ലാ പണിയും കഴിഞ്ഞ് ജനറേറ്റർ വരെ കൊണ്ടുവച്ച ശേഷം മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം വരുന്നു പറഞ്ഞ ആ പ്രോജക്റ്റിനെ 2 പരിസ്ഥിതിവാദികൾ പറഞ്ഞു നിങ്ങളതിനെ വലിയ രീതിയിൽ ചർച്ചയാക്കി ആ പ്രോജക്റ്റ് നിർത്തേണ്ടി വന്നു. അതിരപ്പള്ളി നിർത്തി, പൂയംകുറ്റി നിർത്തി. ഇപ്പം മറ്റ് സ്റ്റേറ്റുകൾ അത് ഇടുക്കിയിൽ 35 പൈസയേ വരുള്ളൂ ഒരു യൂണിറ്റിന്. ഇപ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്നത് 15 റുപ്യ വരെ കൊടുത്ത് മേടിക്കുകയാണ്. അപ്പോൾ ഹൈഡ്രോ പ്രോജക്റ്റ് വരാൻ നമ്മൾ തന്നെ സമ്മതിക്കില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.